സന്നിധി തന്നിൽ നായക. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എപ്രകാരമാണ് ഒരു മനുഷ്യന് വിശ്വാസമുണ്ടാകുന്നത് എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വചനത്തിൽ ദൈവകൽപ്പന അനുസരിക്കുന്നതിനെ സംബന്ധിച്ച് ഉടനീളം പ്രസ്താവിക്കുന്നുണ്ട്. അനുസരിക്കുന്നവരൊക്കെയും രക്ഷയ്ക്കായിട്ടും അനുസരിക്കാത്തവൻ ശിക്ഷയ്ക്കായിട്ടും നീങ്ങുന്നുവെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന് പകരം മൃഗത്തെ ആരാധിക്കുന്നവർക്ക് ഒന്നുകൂടി തെളിച്ചു പറയുകയാണെങ്കിൽ, ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ ശബ്ദം അനുസരിച്ച് സൃഷ്ടാവിനെ ആരാധിക്കുന്നവർ രക്ഷയ്ക്കായിട്ടും, മൃഗത്തിൻ്റെ നിയമം അനുസരിച്ച് ഞായറാഴ്ച ദിവസം ആരാധിക്കുന്നവർ ദണ്ഡനത്തിനുമായി മാറിത്തീരുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വെളിപാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനം. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുകയും അവൻ്റെ പേരിൽ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികളെ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികൾ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വേണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടിക്കുമാറാക്കും. നിന്റെ പിതാവായ യാക്കോവിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളിച്ചെയ്യുന്നത്. ദൈവം 2 വഴികൾ നമ്മുടെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്നു. ഇതിലൂടെ നടക്കണം എന്നുള്ളതായ തീരുമാനം നമ്മുടേതാണ്. നല്ല പാതയിൽ നടന്നാൽ, ദൈവത്തെ അനുസരണത്തിലൂടെ നടന്നാൽ തീർച്ചയായിട്ടും നാമും രക്ഷയുടെ പാതയിലായി തീരുമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ പ്രഭാതം വളരെ മനോഹരമായൊരു പ്രഭാതമായി തീരട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടതായ ഈ വചനം ഞങ്ങൾക്ക് ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ തക്കണം സഹായിക്കുമാറാകണമേ. ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ പാതയിൽ നടക്കാൻ തക്കണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സകല മാനവമഹത്വം തിരുമേനിയെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.